1960-കൾ മുതൽ 1980-കൾ വരെയുള്ള എഐയുടെ വളർച്ച റൂൾ ബേസ്ഡ് എഐ, എക്സ്പേർട്ട് സിസ്റ്റംസ് തുടങ്ങിയവയുടെ കണ്ടുപിടുത്തങ്ങളിലൂടെയായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച റൂൾസ് അഥവാ കണ്ടീഷനുകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടതാണ് റൂൾ ബേസ്ഡ് എഐ. എന്നാൽ അതിനെ തുടർന്ന് രൂപപ്പെട്ട എക്സ്പേർട്ട് സിസ്റ്റംസ് ആകട്ടെ റൂൾ ബേസ്ഡ് എഐയുടെ ഇഫ് ദെൻ കണ്ടീഷനുകളെ കൂടാതെ വിപുലമായ അറിവുള്ളതും മെച്ചപ്പെട്ട തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ളതുമായിരുന്നു. രോഗങ്ങൾ കണ്ടുപിടിക്കുക, ബാങ്കിംഗ് തീരുമാനങ്ങളിൽ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മനുഷ്യൻ ഇവയെ ഉപയോഗപ്പെടുത്തി. ഈ കാലയളവിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ തുടങ്ങിയ പ്രധാന എഐ ആശയങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. 1990 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലാണ് എഐ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിത്തുടങ്ങിയത്. അതോടൊപ്പം സ്പീച്ച് റെക്കഗ്നിഷൻ, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ എന്നിവയുടെ പുരോഗതിക്കും നിർമ്മിത ബുദ്ധിയുടെ വളർച്ച സഹായകരമായി. 1997 IBMന്റെ ഡീപ് ബ്ലൂ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ അന്നത്തെ ലോക ചെസ് ചാമ്പ്യൻ ഗ്യാരി കാസ്പറോവിനെ തോൽപ്പിച്ചത് ഒരു വലിയ നാഴികക്കല്ലായിരുന്നു. എഐക്ക് തന്ത്രപരമായ ജോലികളിൽ മനുഷ്യരെക്കാൾ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. 2010 മുതൽ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എഐ വളരെയധികം മുന്നേറിയിരിക്കുന്നു. കമ്പ്യൂട്ടറുകളെ പഠിക്കാനും മെച്ചപ്പെടുത്താനും പ്രാപ്തമാക്കുന്ന കൃത്രിമ ബുദ്ധിയുടെ ഒരു ഉപവിഭാഗമാണ് മെഷീൻ ലേണിംഗ്. മനുഷ്യ മസ്തിഷ്കത്തെ അനുകരിച്ചുകൊണ്ട് സങ്കീർണമായ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന മെഷീൻ ലേണിംഗിൻ്റെ ഒരു ഉപവിഭാഗമാണ് ഡീപ്പ് ലേണിംഗ്. മെഷീൻ ലേണിംഗിൻ്റെയും ഡീപ്പ് ലേണിംഗിൻ്റെയും ആവിർഭാവം ഡ്രൈവർ ഇല്ലാതെയും ഓടുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ഇൻ്റർനെറ്റിലെ വിവിധ സേവനങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, ChatGPT, ജെമിനി, ഡീപ് സീക്ക് പോലെയുള്ള ചാറ്റ്ബോട്ടുകൾ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചു. ഇപ്പോൾ എഐക്ക് സംഗീതം, ടെക്സ്റ്റ്, ചിത്രങ്ങൾ തുടങ്ങിയവ സൃഷ്ടിപരമായി നിർമ്മിക്കാൻ സാധിക്കും.